അവനെ പീറ്ററിനെ അഡ്മോണിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജോണിൻ്റെ സുവിശേഷത്തിലാണ് ഈ കയഫസിന് പുറമെ അന്നാസ് എന്ന് പറയുന്നത്. അന്നാസ് എന്ന് പറയുന്ന കയഫസിൻ്റെ ഫാദർ ഇൻ ലോയാണ്, പഴയ ചീഫ് പ്രീസ്റ്റാണ്. പുള്ളിയുടെ അടുത്താണ് ആദ്യം വിടുന്നത്. ദെൻ പുള്ളി അദ്ദേഹമായിട്ടുള്ള സംഭാഷണം, ഐ ഹാവ് സ്പോക്കൺ, നീ എന്താണ് പറഞ്ഞത്, എന്ത് കുറ്റമാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ജീസസ് പറയുന്നുണ്ട്. മിണ്ടാതിരിക്കുന്ന ജീസസ് അല്ല അവിടെ ഉള്ളത്, വളരെ ലെങ്തി ആയിട്ട് മറ്റേ എന്താ പറയുക, മോഹൻലാലൊക്കെ പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, അത്ര നീളത്തിൽ ഡയലോഗുകളാണ് അടിക്കുന്നത്. ഐ ഹാവ് സ്പോക്കൺ ഓപ്പൺലി ടു ദ വേൾഡ്, ഞാൻ ഈ ലോകത്തോട് തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. ജീസസ് റിപ്ലൈഡ്, ഐ ഓൾവേസ് ടോട്ട് ഇൻ സിനഗോഗ്സ് ആൻഡ് ടെമ്പിൾസ് വെർ ഓൾ ദ ജ്യൂസ് കം ടുഗദർ. ജൂതന്മാർ അണിനിരക്കുന്ന പള്ളികളിലും സിനഗോഗുകളിലും പൊതുസ്ഥലങ്ങളിൽ നിന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ദെൻ I said nothing in secret, ഒന്നും രഹസ്യത്തിൽ പറഞ്ഞിട്ടില്ല. Why question me and ask those who heard me? Surely they know what I said. ഞാൻ എന്ത് പറഞ്ഞു എന്ന് നിങ്ങൾ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞത് കേട്ടവരുണ്ട്, അവരോട് പോയി ചോദിക്കുന്നു എന്ന് പറയും. ഒന്നാം തരം താരതല. വളരെ കരുത്തനായ താരമാണ് ജോണിൻ്റെ യേശു. അല്ലാതെ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ കിടക്കുന്ന യേശു ഒന്നുമല്ല. ഓക്കെ, കാരണം ദൈവമാണ്, ദൈവത്തിൻ്റെ ഭാഗമാണ്. പിന്നെ പൈലറ്റിൻ്റെയൊക്കെ കൊണ്ടുവരുന്നു. അന്നാസിൽ നിന്ന് കയഫസ് വഴി പൈലറ്റിലേക്ക് കൊണ്ടുവരുന്നു. പൈലറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ പിലാത്തോസ് ആണ്. മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. നീ രാജാവാണോ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാൻ രാജാവാണ് സർ എന്നല്ല പറയുന്നത്, മറിച്ച് എന്താ പറയും, എൻ്റെ രാജ്യം ഈ ലോകത്തുള്ളതല്ല എന്ന് പറയും. പുള്ളി ഏതെങ്കിലും ഒരു ചോദ്യം, ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ, ഒരു ടൈപ്പ് എക്സാമിനേഷൻ യേശുവിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ യേശുവിന് വട്ടപൂജയായിരിക്കും. കാരണം പുള്ളി ഒരു ചോദ്യത്തിന് നേരിട്ട് കൃത്യമായ മറുപടി പറയില്ല. മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. ഇഫ് ഇറ്റ് വെയർ, മൈ സെർവൻസ് വുഡ് ഫൈറ്റ് ടു പ്രിവെന്റ് മൈ അറസ്റ്റ് ബൈ ദ ജൂയിഷ് ലീഡേഴ്സ്. ബട്ട് നൗ മൈ കിങ്ഡം ഈസ് ഫ്രം അനദർ പ്ലേസ്. രാജാവാണോ എന്ന് ചോദിക്കുമ്പോൾ രാജാവാണോ അല്ലേ എന്ന് പറയുന്നില്ല, പക്ഷെ പറയും എൻ്റെ രാജ്യം ഇവിടെ ഉള്ളതല്ല, വേറെ സ്ഥലമാണ്. എൻ്റെ രാജ്യം ഇവിടെ ആയിരുന്നുവെങ്കിൽ എന്നെ മോചിപ്പിക്കാനായി എൻ്റെ അനുയായികൾ ഈ ജൂതന്മാരുമായി പോരാടുമായിരുന്നു. അങ്ങനെ ചെയ്തില്ലാലോ. അതിൻ്റെ അർത്ഥം എന്താണ്? ഐ ഡു നോട്ട് ബിലോങ് ടു ദിസ്. ഇനി മരണസമയത്ത് എന്താ പറയുന്നത്? വെൻ ഹി റിസീവ്ഡ് ദ ഡ്രിങ്ക്, ഇച്ചിരി വിനാഗിരിയോ സാധനമൊക്കെ വെച്ചിങ്ങനെ സ്പോഞ്ച് വെച്ച് മുത്തുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ദൈവമേ ദൈവമേ എന്നെ എന്തിന് കൈവിട്ടു എന്നല്ല ചോദിക്കുന്നത്, മറിച്ച് എന്താ പറയും? തീർന്നു, ഇറ്റ്സ് ഫിനിഷ്ഡ്. വളരെ കരുത്തനായിട്ട് പറയണം, തീർന്നു.